സ്കൂളിൻ്റെ ജീവനും പരമാത്മാവും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളുമായിരുന്നു. ഇന്ന് ആ സ്കൂളിലെ അധ്യാപകരോ വിദ്യാർത്ഥികളോ ഇല്ല. അവരെല്ലാവരും മേപ്പാടിയിലേക്ക് പോയിട്ടുണ്ട്. ഉണ്ണിമാഷ് നമുക്കൊപ്പം ഉണ്ട്. ഉണ്ണിമാഷേ, നമസ്കാരം. ഒരു വർഷം കഴിഞ്ഞു. അവിടുത്തെ കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ അതിജീവിച്ചു നമ്മൾ. A+ സമ്പൂർണ്ണ വിജയവുമായിട്ട് സ്കൂളിൽ തിരിച്ചു വന്ന പാഠം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും അഭിമാനമുള്ളൊരു നിമിഷമാണ്. അർത്ഥത്തിൽ നമ്മുടെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ അഭിനന്ദിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ഓർമ്മകളുടെ ഒരു കരുത്തായിരിക്കുമല്ലേ? കരുത്താർജിച്ചു. തളർന്നു പോകാൻ പാടില്ലല്ലോ. നാളത്തെ തലമുറ ആ കരുത്തിൽ നിന്ന് ഉയർന്നു വരണം. അതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. റിസൾട്ട് വരുന്ന സമയമായപ്പോഴേക്കും ഒരു ചെറിയ പുഞ്ചിരി വന്നില്ലേ ആ കണ്ണീരിനിടയിലും? കാരണം റിസൾട്ട് കുട്ടികൾ കുറേ പേര് പരീക്ഷ എഴുതുന്നില്ലെന്ന് വാശി പിടിച്ചായിരുന്നു. ആ സമയത്ത് എല്ലാവരും എഴുതിച്ചു. ടീം വർക്കായിരുന്നു. അധ്യാപകരെല്ലാവരും ഒരൊറ്റ ടീം. എല്ലാ അധ്യാപകരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് പോകണം, അത്ര മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കൊരു സ്മരണാഞ്ജലി ഇവിടെ നടത്തുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ നടത്തുന്നു. എന്താ ചെയ്യാൻ നമ്മൾ? ഒരു പുഷ്പാർച്ചന ചെയ്ത് അധ്യാപകരെല്ലാവരും കൂടി. നമുക്ക് എത്ര കുഞ്ഞുങ്ങളാണ് പോയത്? ഇവിടെ 33 കുഞ്ഞുങ്ങളാണ്. വെള്ളാർമല മാത്രം. വെള്ളാർമല സ്കൂളിൽ നിന്നും മാത്രം 33 കുട്ടികളാണ്. അധ്യാപകരെല്ലാവരും എത്തിയിട്ടുണ്ട്. ആ സ്കൂൾ നോക്കി നിൽക്കുന്ന കാഴ്ചയുണ്ട്. നമ്മൾ മൊത്തം എത്ര അധ്യാപകരാണ് ഇവിടെ ഉണ്ടായിരുന്നത്? 26 അധ്യാപകരും 4 നോൺ ടീച്ചിങ് സ്റ്റാഫും. 4 നോൺ ടീച്ചിങ് സ്റ്റാഫും. അതിലൊരു വലിയ പുതിയ കെട്ടിടം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ പ്രവർത്തനം അങ്ങോട്ട് കാര്യമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളായിരുന്നു. നമ്മുടെ പ്രവർത്തനം പോലും തുടങ്ങിയില്ല. പിന്നെ ഒരു ഫർണിച്ചറൊന്നും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. സ്കൂളിൽ നമ്മൾ അന്ന് പറഞ്ഞതാണ്, സ്കൂളിൻ്റെ ഈ പുന്നപ്പുഴയും അതിൻ്റെ ഒരു ഭംഗിയും കുട്ടികളുടെ ഒരു പരിസ്ഥിതിയോടുള്ളൊരു സ്നേഹവും അവർ കവിത എഴുതാനും കഥ എഴുതാനും ഉള്ളൊരു താല്പര്യവും ഒക്കെ ഉള്ള കുറേ കുട്ടികളുണ്ടല്ലോ, മിടുക്കന്മാർ ഉണ്ടായിരുന്നു. എല്ലാവരും മിടുക്കന്മാരായിരുന്നു. ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധി അവർക്കുണ്ടായിരുന്നു, നിഷ്കളങ്കതയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന അധ്യാപകർ ഇവിടുന്ന് പോയില്ലായിരുന്നു. ഇവിടെ ഉണ്ണിമാഷിൻ്റെ സ്വദേശം എവിടെയായിരുന്നു? ആലപ്പുഴ, അമ്പലപ്പുഴ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 19 വർഷം. 19 വർഷം വന്നു. സാധാരണ വയനാട്ടിലേക്കൊക്കെ വന്ന ആളുകൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് പെട്ടെന്ന് പോകുന്നതാണ് ഒരു പതിവ് അല്ലേ? പക്ഷേ ഈ സ്കൂളും നാടും അവരെ ഇവിടുന്ന് പോകാൻ അനുവദിച്ചില്ല. ആ പൂക്കളുമായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് പുഷ്പാഞ്ജലിയിലേക്ക് വരാം. ഒരുപാട് അധ്യാപകരും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അവരവരുടെ സ്കൂളുകൾ ഒന്ന് ആ സ്കൂൾ നോക്കുകയാണ്. ഒരു വർഷം മുമ്പ് അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന സ്കൂളാണ്. ടീച്ചർമാരൊക്കെ ഇവിടെയുണ്ട്. 33 അധ്യാപകർ അല്ലേ? 26 അധ്യാപകരും 4 നോൺ ടീച്ചിങ് സ്റ്റാഫും. നമസ്കാരം ടീച്ചർ. നമസ്കാരം. നിങ്ങളെല്ലാവരും നേരത്തെ ഒരു വർഷം മുമ്പ് ഇവിടെ ഉള്ളവരാണോ? ഒരു വർഷം. ആണോ? എല്ലാവരും ഇവിടുത്തെ നേരത്തെ തുടങ്ങുമ്പോൾ മുതലുള്ള ടീച്ചേഴ്സാണോ? അതായത് അതിനുശേഷം വന്നവരാണ്. പുഷ്പാഞ്ജലിക്ക് വേണ്ടി വന്നതാണ്. മുഴുവൻ കുട്ടികൾക്കും ഇവരിവിടെ പ്രാർത്ഥനയുണ്ട്. അതേപോലെ ഒരു പുഷ്പാഞ്ജലി കൊടുത്തു പോകും. 33 കുട്ടികളാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. ടീച്ചറെ, മേപ്പാടിയിലെ പുതിയ സ്കൂൾ കുട്ടികൾ നല്ല റിസൾട്ട്. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയ HM-ആണ്. ട്രാൻസ്ഫർ ആയിരുന്നു ഇവിടുന്ന്? ഈ സംഭവത്തിന് മുമ്പേ ട്രാൻസ്ഫർ ആയി? ജസ്റ്റ് മുമ്പ്, ഒരു മാസം മുമ്പേ. ഒരു മാസം. അന്നേരം ഉണ്ണി സാറായിരുന്നു ചാർജിലുണ്ടായിരുന്നു. ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു, ഞെട്ടലായിരുന്നു. ഇപ്പോൾ ടീച്ചർ എവിടെയാ? ഇപ്പം ഞാൻ കോഴിക്കോട് പറമ്പിൽ ബസാർ സ്കൂൾ. എത്ര വർഷം ഇവിടെ ഉണ്ടായിരുന്നു? ഒരു വർഷം മാത്രം. ഒരു വർഷം. സ്കൂൾ വല്ലാത്ത ആ ഒരു അനുഭവമായിരുന്നു അല്ലേ? ഈ അന്നത്തെ പുഴയും കുട്ടികളും. ശരിക്കും അത് വല്ലാത്തൊരു പറയാൻ കഴിയില്ല. ഒരിക്കൽ കൂടി തിരിച്ചു വരികയാണ്. ചെറിയ മഴയുണ്ട്, ചാറ്റൽ മഴയുണ്ട്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കുട്ടികൾക്ക് പുഷ്പാഞ്ജലി അർപ്പിച്ച് മടങ്ങിപ്പോകാം. അതെ. അവിടെ മേപ്പാടി സ്കൂളിലല്ലേ എല്ലാവരും? അതെ. കുട്ടികൾ ഇപ്പം കുട്ടികളിൽ പലരും അതിൽ നിന്നൊക്കെ കുറേ റിക്കവർ ചെയ്തിട്ടില്ലേ? കുറേ തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ? അവരിപ്പം പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം വന്നിട്ടുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ അന്ന് ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ടീച്ചർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനിവിടെ 15 വർഷമായിട്ട് ഈ സ്കൂളിൽ ജോലി. 15 വർഷം ഈ സ്കൂളിലുണ്ട്. ഈ സ്കൂളും സ്ഥലവും നഷ്ടപ്പെട്ടതൊരു തീരാ നഷ്ടമല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ നാടും ഈ നാട്ടിലെ ആളുകളെ ഒന്നും. ഒരു നാട് തന്നെ ഇല്ലാണ്ടായി, ഒരു പക്ഷേ ഒരു വാർഡ് തന്നെ ഇല്ലാതായി പോകുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും ആ സങ്കടങ്ങൾ അത്ര ചെറുതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നവരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അധ്യാപകർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാൻ വരുന്നതിലും വേദനിപ്പിക്കുന്ന ഒരുപക്ഷെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. 33 കുഞ്ഞുങ്ങളെയാണ് അന്ന് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഇപ്പോൾ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. അവരുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് അവരുടെ മുന്നിൽ ഒരു സ്കൂള് പൂർണ്ണമായിട്ടും ഇല്ലാതായി. ആ സ്കൂളിൽ നിന്നിരുന്ന ഗ്രാമവും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി.
അധ്യാപകർ ഇങ്ങനെ ആ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. കാര്യം ഇതൊരു യഥാർത്ഥത്തിലൊരു സ്കൂൾ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ണിമാഷിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നു. പാട്ട് എഴുതാനാണെങ്കിലും കലാപരിപാടികൾ നടത്താനാണെങ്കിലും ഒക്കെ അധ്യാപകർ ഈ കുട്ടികൾക്കൊപ്പം ഇങ്ങനെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അതിനകത്തൊരു വലിയൊരു സങ്കടമുള്ളത്. ഇവിടെ ഈ പുന്നപ്പുഴയുടെ തീരത്ത് ആ സ്കൂൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ സ്ക്രീനിൽ പഴയകാല സ്കൂള് കാണിക്കാൻ പറ്റുമായിരിക്കും. ആ പാട്ടും വല്ലാത്ത ഹൃദയത്തിൽ തൊടുന്ന പാട്ടായി. ഉണ്ണിമാഷ് എഴുതിയ ആ പാട്ട് ആ സ്കൂളിൻ്റെ വാർഷികത്തിന് പാടിയ പാട്ടാണ്. പാടി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഉള്ളുലച്ച് ഒരു നാടിനെ പൂർണ്ണമായിട്ടും തുടച്ചെടുത്ത് ഉരുൾപൊട്ടൽ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിമിഷങ്ങളൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ മാത്രമായിരുന്നില്ല. ഉണ്ണിമാഷിനാണെങ്കിലും അവിടെ നിൽക്കുന്നവരെല്ലാവരും അത് നോക്കി നിൽക്കുന്ന കാഴ്ച വല്ലാത്തൊരു കാഴ്ചയല്ല ദീപക്. ഈ പുറത്തുനിന്ന് ഉണ്ണിമാഷ് ഉൾപ്പെടെ ക്ലാസ് എടുത്തു എന്ന് പറയുന്ന ആ ഗ്രൗണ്ട് ഉൾപ്പെടെ നിന്നിരുന്ന സ്ഥലമാണിത്. ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ കാഴ്ച പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിന് മാത്രം 33 കുട്ടികളെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മറ്റു മുണ്ടക്കൈയും ഒക്കെ വെച്ച് കൂട്ടുമ്പോൾ അത് ഏതാണ്ട് 50ഓളം വരും എന്നുള്ളതാണ് കുട്ടികളുടെ മാത്രം കണക്കിൽ. 33 കുട്ടികളാണ് വെള്ളാർമല സ്കൂളിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ ഒരു മരം ഉണ്ടായിരുന്നു അല്ലേ? അതെ, അതായത് പുഴ ഒഴുകി വന്നുകൊണ്ടിരുന്നത് ഈ ഭാഗത്തു കൂടിയാണ്. അതിന്ന് പൂർണ്ണമായിട്ടും മാറി സ്കൂളിൻ്റെ ഗ്രൗണ്ടെല്ലാം എടുത്ത് അതിൻ്റെ നടുവിലേക്ക് മാറി എന്നുള്ളത്.